ഹലോ ഗൈസ്, ഞാൻ ദേ പിന്നെയും വന്നിട്ടുണ്ട്. ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു, പനി ഇതൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ദേ ഇപ്പോൾ ഒന്ന് ഫ്രീ ആയി, അതാണ് വീഡിയോയ്ക്ക് ലാഗായത്. ഞാൻ ദേ ഇപ്പം ഇന്ന് ആരും ഇല്ലട്ടെ വീട്ടിൽ, ഞാൻ കുഞ്ഞുമായി മാത്രമല്ല. അപ്പോൾ ഒരു റൂട്ടീൻ കാണിക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞാവ് അതേ കുളിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അതാണ് ഭയങ്കര ചിരി വെച്ചടാ. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുളിക്കാൻ വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ നേരത്തെ അരി അടുപ്പത്തിട്ടപ്പം അതിൻ്റെ മുകളിൽ അവന് കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം ഞാനത് റെഡിയായി. ഞാനപ്പോൾ അത് വേഗം തന്നെ ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ട് ഞാനത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് കൊണ്ട് വെക്കുകയാണ്. ഞാനിത് ഈ ബാത്ത് ടബിലാട്ടോ കുളിപ്പിക്കുന്നത്. ഇത് ഞാൻ ആക്കിബൂന് വാങ്ങിയതാണ് കേട്ടോ. ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിങ്, ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ അത് കുളിപ്പിക്കാൻ. അത് കഴിഞ്ഞ് ഞാൻ ദേ കുഞ്ഞുവാവേനെ ഡ്രസ്സൊക്കെ ഇട്ട്, സാധാരണ അവൻ കുളിച്ച് ഞാൻ മരുന്ന് കൊടുക്കും കേട്ടോ, വൈറ്റമിൻ D3. അത് കുളിച്ചപ്പോൾ തന്നെ കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും ആ മരുന്ന് കൊടുക്കുന്ന കാര്യം. അപ്പോൾ മരുന്നൊക്കെ കൊടുത്ത് കുളിച്ച് കഴിഞ്ഞ് അവൻ കുറച്ച് നേരം ഇരുന്ന് കളിച്ച് പിന്നെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആൾ എണീക്കുന്നത് ഒരു 2 മണി 2:30 നല്ല ഉറക്കമൊക്കെ ഉറങ്ങും. പക്ഷേ ഇന്ന് ആരും ഇല്ലാത്തതുകൊണ്ടാണെന്നോ ഞാൻ വിചാരിച്ച് ഇന്ന് ആക്കിപ്പോൾ ആരും ഇല്ലല്ലോ, അപ്പം എനിക്ക് വേഗം പണി കഴിഞ്ഞ് എനിക്ക് എന്നോട് കിടന്ന് ഉറങ്ങാം, ഒന്ന് റെസ്റ്റ് എടുക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണേ. അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ ഇവനൊന്നും ഉറങ്ങണില്ല. ഇവൻ ഉറങ്ങും, ഉറങ്ങിയിട്ട് അപ്പം തന്നെ എണീറ്റ് കരയ്ക്കും, അല്ലെങ്കിൽ പിന്നെ ഉറങ്ങാൻ കിടത്തുമ്പോൾ നമ്മൾ ഉറക്കി ഞാൻ അടുത്തുനിന്ന് പോകുമ്പോഴേക്കും അവനെ എണീറ്റ് പിന്നെയും കരച്ചിൽ തുടങ്ങും. തൊട്ടി കിടത്തി ആട്ടുമ്പോൾ ഇവർ ഉറങ്ങില്ല, കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ നോക്കി എന്നാൽ അവന് ഉറങ്ങാനുള്ള മൂഡില്ല, അപ്പം നിർത്തി ഞാൻ ഓർത്ത് അവനായിട്ട് അങ്ങനെ കൊഞ്ചിച്ച് കളിച്ചൊക്കെ ഇരിക്കാമെന്ന് ഓർത്ത് അവനെൻ്റെ ഇടയിൽ കളിച്ചുകൊണ്ടിരിക്കട്ടെ. അവന് ഭയങ്കര ഇഷ്ടമായിട്ട് അവനത് ഇങ്ങനെ പുന്നായിരിക്കണത്, പിന്നെ അവൻ കാട്ടണ പോലെ ഇങ്ങനെ കാട്ടണതൊക്കെ. ഓക്കെ, അപ്പം കൊച്ച് എണീറ്റ്, അപ്പോൾ അതാണ് അവൻ്റെ ഒച്ചയായിട്ടത്. ഓക്കെ, പിന്നെ മീൻ ഇരിപ്പട്ടായിരുന്നു. അപ്പം ഞാൻ വേഗം അതൊക്കെ നന്നാക്കി ക്ലീൻ ചെയ്ത് വീടൊക്കെ ക്ലീൻ ചെയ്ത് പോയി കുളിച്ചപ്പോഴേക്കും അവന്മാർ അപ്പുറത്തെ വീട്ടിലെ പിള്ളേരാണ്, അവർക്ക് കട തുടങ്ങണമെന്ന്. ഇപ്പോഴത്തെ വെക്കേഷനിൽ പിള്ളേർ തുടങ്ങണതാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, താത്ത എനിക്കിതൊക്കെ ക്ലീൻ ചെയ്ത് നന്നാക്കി അരിഞ്ഞൊക്കെ തരുമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം മഴ പെയ്യായിരുന്നു, അപ്പോൾ ഞാൻ വേഗം വീട്ടിലേക്ക് കയറുന്നുള്ളൂ. ഇതൊക്കെ ഷൂട്ട് ചെയ്ത അവന്മാരാട്ടാ. അപ്പം ഞാൻ എന്ത് ചെയ്തു, വേഗം തന്നെ അത് അരിഞ്ഞ് കുപ്പിയിലേക്ക് ആക്കി കൊടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ കൊച്ചെണീറ്റിട്ടാ. കൊച്ചെണീറ്റപ്പോൾ അവന്മാരെടുത്ത് അപ്പോൾ ഞാൻ ഒക്കെ വരട്ടെ ഷൂട്ട് ചെയ്തേ. അപ്പം ഞാൻ ഇപ്പോൾ ഇതൊക്കെ അരിഞ്ഞ് എല്ലാം സെറ്റായി കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞപ്പം മാങ്ങ കൊണ്ടുവന്നത് പച്ച മാങ്ങയിലായിരുന്നു, പഴുത്ത മാങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ അവർ തിന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു, എക്സ്പ്രഷൻ ഇടേണ്ടതാണ്. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അത് ഞങ്ങൾക്ക് റീലെടുത്ത് തരുമോ, അവർക്ക് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു യെസ് ഓഫ് കോഴ്സ് തരൂ എന്ന് പറഞ്ഞു, വേറൊന്നും ഇല്ലല്ലോ ഷൂട്ട് ചെയ്യാൻ. ഞാൻ ഓർത്ത് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് എന്നത്.